ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസയുടെ ഭാഗമായിട്ടുള്ള ജെനുവിൻ സ്റ്റുഡൻറ്റ് ക്രൈറ്റീരിയ പുതിയ ചേഞ്ചാണ് ഈ മാർച്ചിൽ വന്നത്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അത് നിങ്ങൾ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു, നിങ്ങൾ ജെനുവിൻ സ്റ്റുഡൻ്റ് ആണെന്ന് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ, എന്ന് ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് ഗവൺമെൻറ് 4 ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. 4 പിന്നെ ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ അത് ഓസ്ട്രേലിയയിൽ നിന്ന് സ്റ്റുഡൻറ്റ് വിസയിലല്ലാത്തവർ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളതാണ് 5ാമത്തെ അഡീഷണൽ ക്വസ്റ്റ്യൻ. നാട്ടിൽ നിന്ന് അപ്ലൈ ആണെങ്കിൽ മെയിനായിട്ട് 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നമ്മുടെ ജെനുവിൻ സ്റ്റുഡൻ്റ് ആണെന്ന് കാണിക്കാൻ നമ്മൾ 150 വേർഡ്സിന് താഴെ ആൻസർ ചെയ്ത് ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തേണ്ടത്. അപ്പോൾ എനിക്കറിയാം നിങ്ങൾ ആ കൂടി കൺഫ്യൂസ്ഡ് ആണ്, എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്. വേറെ ഒന്നല്ല, അറ്റ് ദ മൊമെൻറ്റ് ഈ സ്റ്റേജിൽ ഈ ക്വസ്റ്റ്യനോ ഈ ചേഞ്ചോ സ്റ്റുഡൻറ്റ് വിസേനെ മേജറായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം വേറെ ഒന്നല്ല, ഇത് കൊണ്ടുവന്നത് ഈ ഒരു പുതിയ 4 ക്വസ്റ്റ്യൻ കൊണ്ടുവന്നത് വേറെ ഒന്നല്ല, ഗവൺമെൻറ്റിന് ഡാറ്റ പോയിൻറ്റ്സ് കിട്ടാനാണ്. അതായത് ഇപ്പോഴത്തെ രീതിയിൽ ഗവൺമെൻറ്റിന് എന്തുകൊണ്ടാണ് സ്റ്റുഡൻസ് ഇവിടെ പഠിക്കാൻ വരുന്നതെന്ന് ഗവൺമെൻറ്റിന് അറിയില്ല, അവർക്ക് ഊഹിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ ഇവിടെ വരുന്ന ലക്ഷ്യങ്ങളും അവർക്ക് ഊഹിക്കാനേ പറ്റുന്നുള്ളൂ. അപ്പോൾ അവർക്ക് ഒരു ഇൻഫർമേഷൻ ബേസ്ഡ് തീരുമാനങ്ങൾ ഭാവിയിൽ എടുക്കുന്നതിന് വേണ്ടി അവർ ഉണ്ടാക്കിയൊരു ചേഞ്ചാണ് ഈ ജെനുവിൻ സ്റ്റുഡൻറ്റ് ക്രൈറ്റീരിയ. അപ്പോൾ ഈ ജെനുവിൻ സ്റ്റുഡൻറ്റ് ക്രൈറ്റീരിയയിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു 4 ക്വസ്റ്റ്യൻ ചോദിക്കും. ആ 4 ക്വസ്റ്റ്യൻ നിങ്ങൾ മാക്സിമം ട്രൂത്ത്ഫുള്ളായിട്ട്, ഹോണസ്റ്റായിട്ട്, സത്യസന്ധമായിട്ട് നിങ്ങൾ ഉത്തരം എഴുതുക. ആ സത്യസന്ധമായിട്ടുള്ള ഉത്തരം ഇവരുടെ റെക്കോർഡ് ചെയ്ത് വയ്ക്കും. ആ ഉത്തരം ഭാവിയിൽ ഇവർക്ക് മേ ബി ഇൻ 1 year or maybe in 2 years, maybe in 5 years, ഭാവിയിൽ അവർ ഈ ഡാറ്റ, അതായത് നിങ്ങളുടെ ആൻസറുകൾ നോക്കിയിട്ട് അവർ കണ്ടുപിടിക്കും. അവർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടും, എന്തുകൊണ്ടാണ് ഈ രാജ്യത്തു നിന്ന് അല്ലെങ്കിൽ ഈ ലൊക്കാലിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഇവർ ഇങ്ങോട്ട് പഠിക്കാൻ വരുന്നത്. ആ രാജ്യത്ത് പഠിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണോ, ആ രാജ്യത്തെ വേറെ ഇഷ്യൂകൾ കൊണ്ടാണോ, അതോ ഈ രാജ്യത്തിൻ്റെ ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടാണോ എന്നതിനെക്കുറിച്ചുള്ളൊരു വ്യക്തമായ ധാരണ ഇവിടുത്തെ ഗവൺമെൻറ്റിന് കിട്ടുന്നതിന് വേണ്ടി അവർ ഡാറ്റ കളക്ട് ചെയ്യുകയാണ്. അതിനു വേണ്ടിയാണ് ഈ ചേഞ്ച്. അപ്പോൾ ഈ സ്റ്റേജിൽ ഇത് ഒരു പ്രശ്നമല്ല. ഇപ്പോൾ സ്റ്റുഡൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ സത്യസന്ധമായ ആൻസറുകൾ എഴുതി വിടും. ആ ആൻസറുകൾ ഇവിടെ റെക്കോർഡ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് അതിനെ ബേസ്ഡ് ആയിട്ട് ഇവർ സ്റ്റഡി നടത്തി ഈ സ്റ്റഡി ബേസ്ഡ് അവർ എങ്ങനെ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കുക. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിനായിട്ടൊരു ഉദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് ഇവിടുത്തെ വ്യക്തത വരുത്താൻ വേണ്ടി, അതൊരു ക്ലാരിറ്റി, വൈ പീപ്പിൾ ആർ സ്റ്റഡിയിങ് ഇൻ ഓസ്ട്രേലിയ ഈവൻ ദോ ദേ ഗോട്ട് എ ഗുഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. അവിടുത്തെ ജീവിത സാഹചര്യമാണോ, ഇവിടുത്തെ ജോലി സാധ്യതകളാണോ, അതോ ഇവിടുത്തെ ബന്ധുബലമാണോ, അതോ അവിടുത്തെ ബന്ധുക്കളുടെ ബലമാണോ, എന്തുകൊണ്ട് എന്നുള്ളതിന് ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി വരുത്തിയ ഒരു ചേഞ്ചാണ് ഈ ജെനുവിൻ സ്റ്റുഡൻറ്റ് ക്രൈറ്റീരിയ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, ഈ 4 ക്വസ്റ്റിന് ഉത്തരം എഴുതി സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ജെനുവിൻ സ്റ്റുഡൻറ്റ് ക്രൈറ്റീരിയയുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്ലിക്കൻ്റ്, അതായത് സ്റ്റുഡൻ്റായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുടെ ചുറ്റുപാട് എന്ന് വെച്ചാൽ സർക്കംസ്റ്റാൻസസ്, എന്ത് സർക്കംസ്റ്റാൻസ്, ഫാമിലി ആയിട്ടുള്ള ചുറ്റുപാട്, കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ചുറ്റുപാട്, എംപ്ലോയ്മെൻ്റ് ആയിട്ടുള്ള ചുറ്റുപാട്, എക്കണോമിക് ആയിട്ടുള്ള ചുറ്റുപാട്. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യന് 150 വേർഡ്സിൽ താഴെ അവർ ഹോണസ്റ്റായിട്ട് ഉത്തരം നൽകണം. അപ്പോൾ ഇത് വേസ്റ്റ് ആയിട്ട് ഇവർക്ക് ഇവിടെ മനസ്സിലാക്കാം വാട്ട് ആർ ദ ഫാക്ടേഴ്സ് മേക്കിംഗ് ദിസ് ഡിസിഷൻ. അതാണ് അവർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. 2ാമത്തെ ക്വസ്റ്റ്യനാണ്, എന്തുകൊണ്ട് സ്റ്റുഡൻറ്റ് അപ്ലിക്കൻ്റ് ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിൽ, ഓസ്ട്രേലിയയിലെ ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിൽ ഒരു പെർട്ടിക്കുലർ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുള്ള കാരണം ആ യൂണിവേഴ്സിറ്റിയിൽ ആ കോഴ്സിൽ എന്തെല്ലാം
പ്രീ റിക്വസൈറ്റ്സ്, അതായത് അത് പഠിക്കാൻ എന്തെല്ലാം ആ കോഴ്സ് പഠിക്കാനുള്ള എലിജിബിലിറ്റി എന്താണ്, ആ കോഴ്സ് പഠിച്ചിട്ടുള്ള ബെനിഫിറ്റ് എന്താണ്, അത് ഇവിടെ ജീവിക്കുമ്പോൾ ഈ ഓസ്ട്രേലിയയിൽ ജീവിക്കുമ്പോൾ അവിടെ ജീവിക്കുമ്പോൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു 150 വേർഡ്സ് ഉള്ളൊരു എക്സ്പ്ലനേഷൻ. അതായത് ഈ കോഴ്സ് എന്തുകൊണ്ട് സെലക്ട് ചെയ്തു, ഇന്ന യൂണിവേഴ്സിറ്റിയിൽ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു, ആ യൂണിവേഴ്സിറ്റിയിൽ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ത്. അപ്പോൾ ആ ഒരു ഇൻറ്റൻഷൻ നമ്മളവിടെ 150 വേർഡ്സിൽ താഴെയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വേറെ ഒന്നുമല്ല, നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഓസ്ട്രേലിയയിൽ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്താണ്. അതായത് ആ കോഴ്സ് നിങ്ങൾ വെറുതെ വന്ന് പഠിച്ചല്ല, ആ കോഴ്സ് നിങ്ങളുടെ ഇൻറ്റൻഷൻ, വൈ യു സ്റ്റഡിങ് ദാറ്റ് കോഴ്സ്. അപ്പോൾ ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആ കോഴ്സ് പഠിക്കാനുള്ള കാരണം, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ജോലി സാധ്യതയോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കാനോ അല്ലെങ്കിൽ നാട്ടിൽ പോകാനോ അല്ലെങ്കിൽ വൈ, ആ ഒരു കാരണം കണ്ടുപിടിക്കണം അവർക്ക്. അപ്പോൾ ആ ഒരു റീസൺ വേണം. അപ്പോൾ ആ റീസണും ഇവർക്ക് കോഴ്സ് ഡെവലപ്പ് ചെയ്യാനും ഭാവിയിൽ എങ്ങനെ കോഴ്സുകൾ ഡെവലപ്പ് ചെയ്യാനും എന്താണ് ആൾക്കാർ നോക്കുന്നതെന്ന് മനസ്സിലാക്കാനും വേണ്ടിയാണ് അവർ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇതും അവരുടെ ഒരു ഡാറ്റ പോയിന്റ്, അതായത് അവർക്കൊരു ഡെസിഷൻ, തീരുമാനങ്ങൾ എടുക്കാൻ അവരെ സഹായിക്കുന്ന ഒരു ഡാറ്റ കളക്ട് ചെയ്യാണ് ഈ ക്വസ്റ്റ്യനിലൂടെ ചെയ്യുന്നത്. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഈ മുമ്പിൽ ചോദിച്ച 3 ക്വസ്റ്റ്യനിലാണ്ട് എനി അതർ റെലവൻറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ കാര്യങ്ങൾ പറയാനുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് മുമ്പത്തെ പിള്ളേർ വന്നതിൻ്റെ രീതി വെച്ചിട്ട് അവർ 3 ക്വസ്റ്റ്യനാണ് അവർക്ക് കണ്ടുപിടിക്കാനുള്ളത്. പക്ഷേ നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾ ഇത് 3 അല്ല, നിങ്ങൾ വേറെ കാരണങ്ങളാണ് നിങ്ങളിങ്ങോട്ട് വരാനുള്ളതെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ പഠിക്കാനുള്ളതെങ്കിൽ അല്ലെങ്കിൽ വേറെ സബ്ജക്റ്റാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെങ്കിൽ ഇവിടെ അതില്ലാത്തതെങ്കിൽ അതിൻ്റെ സിമിലാരിറ്റി ഉള്ള സബ്ജക്റ്റാണ് നോക്കിയെടുത്തതെന്നുള്ളതൊക്കെ ആണെങ്കിൽ അതും കൂടി അവർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അതായത് ഞാനൊരു പ്രത്യേക സാധനത്തിനെ കുറിച്ച് പഠിക്കാൻ നോക്കി, പക്ഷേ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു സാധനമേ കിട്ടിയുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് അത് എടുത്തതെന്നും. അപ്പോൾ അതായത് ഇവർക്ക് ഫ്യൂച്ചർ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് അറിയണമെങ്കിൽ ഈ ഇൻഫർമേഷൻ കിട്ടണം. ഈ ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ ഈ ഇൻഫർമേഷൻ വെച്ച് അവർക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ 4ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ ചിന്തിക്കാത്ത വേറെ വല്ല കാരണം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതാണ് ഈ ജെന്യുവിൻ സ്റ്റുഡൻറ്റ് ക്രൈറ്റീരിയയിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ഞാൻ പറഞ്ഞ അഡീഷണൽ ആയിട്ടുള്ള 5ാമത്തെ ക്വസ്റ്റ്യൻ, അതിപ്പോൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നവർക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. അത് ഇവിടെ ഓസ്ട്രേലിയയിൽ എന്താ പറയുക, ജോലി ചെയ്യാൻ വന്നിട്ട് ആ ജോലി വിസയിൽ നിന്ന് പഠിക്കാനായി മാറുമ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അല്ലെങ്കിൽ ഇവിടെ വേറെ കാരണങ്ങൾക്ക് ഇവിടെ വന്ന് ഓസ്ട്രേലിയ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു സ്റ്റുഡൻറ്റ് വിസ ലോഡ്ജ് ചെയ്യാണ്. ആ നേരത്ത് ചോദിക്കുന്ന കാര്യമാണ് ഈ 5ാമത്തെ ക്വസ്റ്റ്യൻ. അതായത് എന്തുകൊണ്ട് ഓസ്ട്രേലിയയിൽ വേറെ വിസയിൽ വന്നിട്ട് അവർ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് മാറുന്നു എന്നതിനെക്കുറിച്ചുള്ളതാണ് ഈ 5ാമത്തെ ക്വസ്റ്റ്യൻ. അതിനും ഒരു വാലിഡ് ആയിട്ടുള്ള ഉത്തരം നമ്മൾ കൊടുക്കണം. പക്ഷേ ഈ എല്ലാ ക്വസ്റ്റ്യനും ഇവിടെ കേസ് ഓഫീസർ നോക്കുമ്പോൾ അവർക്ക് അതൊരു വിശ്വസനീയമായ രീതിയിലാണെന്ന് മനസ്സിലായ അവർക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക വിശ്വസനീയമായ രീതിയാണെങ്കിൽ അതിന് നമ്മൾ തെളിവുകൾ കൊടുക്കേണ്ടി വരും, എവിഡൻസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ക്വസ്റ്റ്യന് ഉത്തരം കൊടുക്കുക. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് അവർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എ ന്യൂ പ്രോസസ്സാണ്, ഒരു പുതിയ പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. അവർ ഈ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് ഭാവിയിൽ മേ ബി 5 വർഷം കഴിയുമ്പോഴോ എത്ര ഡാറ്റ അവർക്ക് കിട്ടിയാലാണ് ഇതൊരു വർഷത്തെങ്കിലും മിനിമം ഡാറ്റ വേണം അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ. അപ്പോൾ വെറുതെ പോളിസി ഉണ്ടാക്കുന്നതിന് പകരം ഇൻഫർമേഷൻ ബേസ്ഡ് പോളിസി ഉണ്ടാക്കാനാണ് ഈ പുതിയ ചേഞ്ച് വന്നത്. അതായത് ഈ GTEന്ന് GS എന്നതിലേക്ക് GS ക്രൈറ്റീരിയ, ജെന്യുവിൻ സ്റ്റുഡൻറ്റ് ക്രൈറ്റീരിയ, ഇത് ജെന്യുവിൻ ടെമ്പററി എൻട്രൻറ്റിൽ നിന്ന് ജെന്യുവിൻ സ്റ്റുഡൻറ്റ് ക്രൈറ്റീരിയയിലേക്ക് മാറാനുള്ള ഒരു കാരണം. അപ്പോൾ ഇതിന് എന്തെല്ലാം എവിഡൻസ് വേണമെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ ശ്രമിക്കാം.
Thank you for watching Podcast Talks. If you like it, please subscribe and share to the internet.